മഴതൂര് മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ സംഭാഷണം മതിയാക്കി സ്റ്റാൻലി ടെറസിൽ നിന്ന് മുറിയിലേക്ക് വന്നു. അയാളെ കണ്ട് സിസ്റ്റർ മരിയ ജോസഫ് സംസാരം നിർത്തി. ഇവിടെ എവിടെയാ മേരിക്കുട്ടി അടുത്ത ടൗൺഷിപ്പ് ഉള്ളത്? സ്റ്റാൻലി തിരക്കി. 1/2 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്, പാക്യോ മാർക്കറ്റിലേക്ക്. ചെറിയ ടൗണാണ്. എന്തിനാ കുഞ്ഞാഞ്ഞേ? ഇവിടെ നല്ല വൈൻ ഷോപ്പില്ലേ? പപ്പ, ഇവിടെ ഭയങ്കര വിലയായിരിക്കും കേട്ടോ. നമുക്ക് തിരിച്ചു പോകുമ്പം കൽക്കട്ടയിൽ വാങ്ങിച്ചാൽ പോരെ? അലീന പാപ്പയെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചു. സിക്കിമിലോ? കേരളത്തിൽ കൊടുക്കേണ്ടതിൻ്റെ 1/3 വില കൊടുത്താൽ മതി ഇവിടെ, സ്റ്റാൻലി പറഞ്ഞു. നേരാണോ ആൻറ്റി? ഈ രാജ്യത്ത് എവിടൊക്കെ ഏതൊക്കെ വിലയ്ക്ക് സാധനം കിട്ടുമെന്ന് നമ്മളെക്കാൾ അറിയാവുന്നത് നിന്റെ പപ്പയ്ക്കാണല്ലോ. അതുകൊണ്ട് നമ്മൾ വെറുതെ തർക്കിക്കണ്ട. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. സ്റ്റാൻലി മഫ്ലർ എടുത്ത് കഴുത്തിൽ ചുറ്റി. 2 കൈയിലും കുപ്പി തൂക്കി പിടിച്ചുകൊണ്ട് വരില്ലേ കുഞ്ഞാഞ്ഞെ, എന്നെ നാണം കെടുത്തല്ലേ, മരിയ ജോസഫ് അഭ്യർത്ഥിച്ചു. സ്റ്റാൻലി മുറി വിട്ടിറങ്ങി. ആ, എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? മരിയ ജോസഫ് അലീനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. റാണി ആൻറ്റിയുടെ മോൾക്ക് കാലാവസ്ഥ പിടിക്കാത്തത് കൊണ്ടും എപ്പോഴും അസുഖമായതുകൊണ്ടും നാട്ടിൽ എവിടേക്കെങ്കിലും മാറ്റാൻ തീരുമാനിച്ചു എന്നല്ലേ ആൻറ്റി പറഞ്ഞത്? ആ, അത് ശരിയാ. പെട്ടെന്നാ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നത്. എൻ്റെ അനുജത്തിയുടെ മോളാണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പച്ചനെയോ ഔസേപ്പച്ചനെ തിരിച്ചേൽപ്പിക്കാനും വയ്യായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഡാർജിലിങ്ങിലുണ്ടായിരുന്ന സിസ്റ്റർ ലൂസിയോട് കുട്ടിയെ തിരിച്ച് കേരളത്തിലേക്ക് അയക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സിസ്റ്റർ ലൂയിസയുടെ ചേച്ചിയും കന്യാസ്ത്രീയാണ്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിനടുത്താണ് അവരുടെ കോൺവെൻറ്റ്. ലൂസിയയുടെ ചേച്ചി വർക്കലയിലും ആറ്റിങ്ങലിലും കഴക്കൂട്ടത്തും മറ്റുമുള്ള ചില ഓർഫനേജുകളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ലൂസിയെ വിളിച്ചറിയിച്ചു. ലൂസിയെ 2 മാസത്തിനകം കേരളത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഏത് ഓർഫനേജാ ആൻറ്റി സെലക്ട് ചെയ്തത്? എനിക്ക് തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറും എല്ലാ ഓർഫനേജും അറിയാം. ആണോ? കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരത്ത് സ്നേഹനികേതനം എന്നൊരു ഓർഫനേജ് ഉണ്ടെന്നും അത് നല്ല നിലയിൽ നടത്തുന്നതാണെന്നും ബ്രിജിത്ത എന്നൊരു സ്ത്രീയാണ് അതിൻ്റെ നടത്തിപ്പുകാരിയെന്നും സിസ്റ്റർ സ്റ്റെല്ല അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയെ അവിടേക്ക് അയക്കാൻ ഒടുവിൽ തീരുമാനമായി. അലീന അന്തം വിട്ടിരിക്കുകയാണ്. സ്നേഹനികേതനം? അവൾ അത്ഭുതത്തിൽ മന്ത്രിച്ചു. നിനക്കറിയാവോ മോളെ ആ സ്ഥലം? അറിയാമോന്നോ? എൻ്റെ വീടല്ലേ ആൻറ്റി അത്. അവിടല്ലേ ഞാൻ പിച്ച വെച്ച് വളർന്നതും 23 വർഷം ജീവിച്ചതും. അപ്പോൾ മോള് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ റാണിമോളുടെ കുട്ടിയെ. അവർക്ക് ആശ്ചര്യം അടക്കാൻ കഴിഞ്ഞില്ല. എന്താ പേരെന്ന് പറ ആൻറ്റി, ഞാനിപ്പം ശ്വാസം മുട്ടി ചത്തുപോകും. അഭയമോൾ എന്നോ മറ്റോ ആണ് പൊങ്ങുമൂട്ടിലെ ഓർഫനേജിലുള്ളവർ അവൾക്കിട്ടിരുന്നത്. ഞാൻ അവരുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പച്ചനും ഔസേപ്പച്ചനും കുട്ടിയെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ തന്നിരുന്ന മെഡിക്കൽ കാർഡിൽ അഭയ എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അലീന ആലോചിച്ചു. സ്നേഹനികേതനിൽ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 12ഓളം കുട്ടികൾ വന്നു പോയിട്ടുണ്ട്. അഭയ എന്നൊരു പേര് മാത്രം അവളുടെ ഓർമ്മയിലില്ല. കുട്ടിയെ ഡാർജിലിംഗിലേക്ക് അയക്കുന്നതിന് മുൻപ് തന്നെ ഔസേപ്പച്ചൻ ഒരു നിബന്ധന വച്ചിരുന്നു. നിലവിലുള്ള പേര് മാറ്റണം. പിൽക്കാലത്ത് പേരുകൊണ്ട് പോലും തിരിച്ചറിയാൻ ഇടവരരുത്. റാണിമോൾ എന്നെങ്കിലും സംശയം തോന്നി അന്വേഷണം നടത്തിയാൽ പോലും കണ്ടുപിടിക്കാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു അത്. 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പേര് മാറ്റാനാണോ വിഷമം? ചിന്നമ്മേന്നായിരുന്നുവല്ലോ അമ്മച്ചിയുടെ പേര്. ചിന്നുമോൾ എന്ന് അവൾക്ക് പേരിട്ടപ്പോൾ അതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചിന്നുമോൾ? അലീനയുടെ 2 കണ്ണും പുറത്തേക്ക് തള്ളി. ഒരു ബോധക്കേടിൻ്റെ വക്കിലിരുന്നു കൊണ്ട് സ്വപ്നത്തിൽ വിളിച്ചുണർത്തപ്പെട്ട പോലെ അവൾ മരിയ ജോസഫിനെ തുറിച്ചു നോക്കി. നിനക്ക് പരിചയമുണ്ടല്ലേ? സിസ്റ്റർ ലൂയിസയാണ് അവളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. ആദ്യം സിസ്റ്റർ ലൂയിസയുടെ ചേച്ചി ജോലി ചെയ്യുന്ന ആറ്റിങ്ങലിലെ കോൺവെൻറ്റിൽ എത്തിച്ചു കൊടുത്തു. അടുത്ത ദിവസം സ്നേഹനികേതനിൽ നിന്നും ബ്രിത്ത എന്നൊരു സ്ത്രീ വന്ന് കുട്ടിയെ ഏറ്റെടുത്ത് കൊണ്ടുപോയി എന്നാണ് സിസ്റ്റർ ലൂയിസ എന്നോട് പറഞ്ഞത്. ആ പറഞ്ഞതൊന്നും അലീന കേൾക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അവളുടെ സ്പന്ദനം നിലച്ചുപോയ മനസ്സിൻ്റെ പിന്നാമ്പുറത്ത് ഒരു 2 വയസ്സുകാരി പെൺകുഞ്ഞിരുന്ന് സദാ നേരവും കരഞ്ഞു. അവൾ ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു. അവൾ അതിനെ തഴുകി ആശ്വസിപ്പിക്കുകയും ചോറുരുളകൾ വായിൽ വെച്ച് കൊടുക്കുകയും അരികെ കിടത്തി നെഞ്ചോട് ചേർത്ത് ചൂട് പകർന്ന് മൂളിപ്പാട്ട് പാടി തലോടി ഉറക്കുകയും ചെയ്തു. അവൾ ആ കുഞ്ഞിനെ അക്ഷരങ്ങളും പാട്ടുകളും കുഞ്ഞിക്കഥകളും പഠിപ്പിച്ചു. സങ്കടവും കരച്ചിലും അസ്വാസ്ഥ്യങ്ങളും വെടിഞ്ഞ് ആ കുഞ്ഞ് ചിത്രശലഭത്തെ പോലെ സ്നേഹനികേതനത്തിൻ്റെ അങ്കണത്തിൽ പാറി നടന്നു. അത് റാണി ആൻറ്റിയുടെ മകളായിരുന്നു.
മാമച്ചനങ്കിളിൻ്റെയും ഗ്രേസമ്മ ആൻറ്റിയുടെയും ഏക മകനായിരുന്ന ജിജോയുടെ കുഞ്ഞ്. പുനലൂരിലെ കൊട്ടാരമറ്റം തറവാട്ടിലെ ഔതക്കുട്ടിച്ചായൻ്റെ കൊച്ചുമകൾ. തുടർന്നും എന്തോ പറയാൻ ഭാവിച്ച മരിയ ജോസഫ് പൊടുന്നനെ അലീനെ അവിടെ ഇരുന്ന് വിതുമ്പിക്കരയുന്നത് കണ്ട് അന്താളിച്ചു. ഇനി രേവതിക്കുട്ടിയുടെ വീടാണ് കാണിക്കുന്നത്. 4 മണിക്കുള്ള ചായ തയ്യാറാക്കി മേശപ്പുറത്ത് വച്ചിട്ട് രേവതിക്കുട്ടി മാമച്ചനെയും ഗ്രേസമ്മയും വിളിക്കാനായി കോണിപ്പടി കയറി. ഷെറിൻ ഹാളിലിരുന്ന് TV കാണുന്നുണ്ടായിരുന്നു. ഡൈനിങ് റൂമിലെ മേശപ്പുറത്തിരുന്ന് സെൽഫോൺ ശബ്ദിക്കുന്നത് കേട്ട് കോണിപ്പടി പാതി കയറിയ രേവതിക്കുട്ടി തിരിച്ചിറങ്ങി. അപരിചിതമായ നമ്പർ കണ്ട് അവൾ ഫോണിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഹലോ. രേവതിക്കുട്ടി ഫോണെടുത്ത് കാതോട് ചേർത്തു. മോളെ, ഇത് ഞാനാ, അലീന. അയ്യോ അലീന ചേച്ചി, ഇത് എവിടെയാ? ഞാനിപ്പം മേരിക്കുട്ടി ആൻറ്റിയുടെ കോൺവെന്റിൽ നിന്നാ വിളിക്കണേ. എൻ്റെ മൊബൈലിന് ഇവിടെ റേഞ്ച് ഇല്ല. അലീന ചേച്ചിയുടെ ഒച്ച അടഞ്ഞിരിക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി? കരഞ്ഞോ? ജലദോഷപ്പനിയായിരുന്നു. പിന്നെ ഒത്തിരി കരയുകയും ചെയ്തു. അതെന്തിനാ? കേണൽ പപ്പ കണ്ണുരുട്ടി കാണിച്ചോ? മോളെ, റാണി ആൻറ്റിയുടെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു. അതാരാണെന്ന് കേൾക്കുമ്പം നീയും കരയും. പറ ചേച്ചി, ആരാ? ഞാൻ 100 വട്ടം കരയാൻ റെഡിയാ. ഒറ്റ നിമിഷം കൊണ്ട് രേവതിക്കുട്ടി അത്യാകാംക്ഷയുടെ കൊടുമുടിയിലെത്തി. പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ ബോധം കിട്ടി വീഴും. അയ്യോ, ഒന്ന് വേഗം പറ ചേച്ചി, ഇല്ലെങ്കിൽ എനിക്കിപ്പം ഹൃദയസ്തംഭനം വരും. മോളെ, അത് നമ്മുടെ ചിന്നുമോളാ. രേവതിക്കുട്ടിയുടെ തൊണ്ടയിൽ നിന്ന് ഒരേങ്ങൽ ശബ്ദമുണ്ടായി. പിന്നെ അനക്കമില്ല, ശ്വാസമില്ല. ഏതോ വിദൂരതയിൽ നിന്ന് ദേവദൂതികയുടെ ശബ്ദം പോലെ അവൾ വീണ്ടും കേട്ടു. നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? എനിക്കറിയാം നിന്റെ അവസ്ഥ. അതേ അവസ്ഥയിലാ ഇപ്പോഴും ഞാൻ. അലീനയുടെ സ്വരത്തിൽ കരച്ചിലും ചിരിയും ഇടകലർന്നു. ഉച്ചമയക്കത്തിന് ശേഷം എഴുന്നേറ്റ് TV കാണുകയായിരുന്നു ഗ്രേസമ്മ. മാമച്ചൻ കട്ടിൽ ക്രാസിയിലേക്ക് തലയണ ചാരിവെച്ച് കിടന്ന് പുസ്തകം വായിക്കുകയാണ്. ക്രൈം ത്രില്ലറുകളും ഹൊറർ സ്റ്റോറികളുമാണ് മാമച്ചന് ഏറെ പ്രിയം. ആരോ ചടുപിടുന്നനെ മുറിയിലേക്ക് ഓടിക്കയറുന്ന ഒച്ചയും ആൻറ്റി എന്ന നിലവിളിയും കേട്ട് മാമച്ചൻ ഞെട്ടി. ആദ്യം അയാൾക്ക് സ്ഥലകാലബോധം കിട്ടിയില്ല. ഏതോ ഭീകരമായ കൊലപാതകത്തിന്റെ വർണ്ണന വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി, മാമച്ചൻ പിറുപിറുത്തു. ആൻറ്റി, ഷെറിൻ ചേച്ചിയുടെ മോളെ കണ്ടുപിടിച്ചു, രേവതിക്കുട്ടി നിലവിളിക്കും പോലെ പറഞ്ഞു. ഇപ്പം അലീന ചേച്ചി സിക്കിമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് അറിയണ്ടേ ആൻറ്റി? ജോമോന്റെ മോള് ആരാണെന്ന് ആൻറ്റിക്ക് അറിയണ്ടേ? അമിതാവേശം കൊണ്ട് അവൾ കിതച്ചു. ആരാ? ഗ്രേസമ്മ ചകിതയായി. ഞങ്ങളുടെ ചിന്നുമോള്. ആൻറ്റിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? രേവതിക്കുട്ടി മാമച്ചൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. സത്യം അങ്കിളെ, അലീന ചേച്ചി എല്ലാം കണ്ടുപിടിച്ചു. ചിരിച്ചുകൊണ്ടാണ് രേവതിക്കുട്ടി പറയുന്നതെങ്കിലും അവളുടെ കണ്ണിൽ നിന്ന് നീർക്കണങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. മാമച്ചനും ഗ്രേസമ്മയും കേട്ടത് വിശ്വസിക്കാനാവാതെ അന്തം വിട്ട് പരസ്പരം നോക്കി തരിച്ചിരുന്നു. ചെറിയ ടൗൺ മാർക്കറ്റ് എന്ന് മേരിക്കുട്ടി പറഞ്ഞത് തന്നെയാണ് ഉചിതമെന്ന് സ്റ്റാൻലിക്ക് തോന്നി. ടൗൺ എന്ന് പറയാനുള്ള വൃത്തിയോ ഡിസിപ്ലിനോ ഇല്ല. ജീർണിച്ചു തുടങ്ങിയ കെട്ടിടങ്ങളാണ് അധികവും. അതിനിടയിൽ ചില പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഉണ്ട്. വൈൻ ഷോപ്പുകൾ ഇടയ്ക്കിടെ കാണാനുണ്ടായിരുന്നു. സ്റ്റാൻലി ഒരു വൈൻ ഷോപ്പിൽ കയറി മുന്തി ഇനം നോക്കി 2 കുപ്പി മദ്യം വാങ്ങി. അത് രണ്ടും പ്ലാസ്റ്റിക് ക്യാരി ബാഗിലാക്കി. മറ്റൊരു കടയിൽ നിന്ന് 1/2 ലിറ്റർ സോഡയും 2 പ്ലാസ്റ്റിക് ബോട്ടിലും വാങ്ങി. ആകെ കൂടി തണുത്തു കുളിരുന്ന അന്തരീക്ഷം. സ്റ്റാൻലിക്ക് സ്ഥലം നന്നേ ഇഷ്ടപ്പെട്ടു. എവിടെ നോക്കിയാലും പൈൻമരക്കൂട്ടങ്ങൾ. കോൺവെന്റ് വക സ്കൂൾ കോമ്പൗണ്ടിന്റെ അരികിലൂടെയുള്ള മെറ്റലിളകിയ റോഡിൽ സൂക്ഷിച്ച് ചുവടുകൾ വെച്ച് അയാൾ കോൺവെന്റിലേക്ക് നടന്നു. സ്റ്റാൻലി മുറിയിൽ തിരിച്ചെത്തുമ്പോൾ അലീന അഴികളില്ലാത്ത ജനാലയ്ക്കടുത്ത് വിദൂരതയിലെ ഹിമാലയത്തിന്റെ വെണ്മയിലേക്ക് കണ്ണു നട്ട് നിൽക്കുകയാണ്. സ്റ്റാൻലിയുടെ കാലൊച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് കണ്ണു തുടച്ച് അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അടക്കാനാവാത്ത ആനന്ദ പ്രകർഷത്തിന്റെയും ഒപ്പം സങ്കടത്തിന്റെയും വിതുമ്പൽ അവളുടെ മുഖത്തും നനഞ്ഞ കണ്ണുകളിലും പ്രകടമായിരുന്നു. അലീന, നീ കരഞ്ഞോ? എന്തുപറ്റി? സ്റ്റാൻലി അമ്പരപ്പോടെ ചോദിച്ചു. പപ്പയ്ക്കറിയോ റാണി ആൻറ്റിയുടെ മോൾ ആരാണെന്നും എവിടെയുണ്ടെന്നും? കൊല്ലത്ത് ത്യാഗഭവനം എന്ന ഓർഫനേജിൽ. ഞാൻ പറഞ്ഞിട്ടില്ലേ ചിന്നുമോൾ എന്ന കുട്ടിയെക്കുറിച്ച്? അവളാണത്. അത്രയും പറയുമ്പോഴേക്കും അലീനയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു. 3-3.5 വർഷം ഞാനും രേവതിക്കുട്ടിയും കൂടിയാ അവളെ വളർത്തിയത്. അതിന് നീ എന്തിനാ കരയുന്നത്? ഇത്രയും നാളും അവളെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാ പപ്പ. അപ്പോൾ ചിരിക്കുന്നതോ? റാണിയാൻറ്റിയുടെ മോൾ ആരാണെന്നറിയാതെ അന്വേഷിച്ച് നടന്നിട്ട് അത് നമ്മുടെ ചിന്നുമോളാണല്ലോ എന്ന് കണ്ടുപിടിച്ചപ്പോഴത്തെ സന്തോഷം കൊണ്ടാ. നേരാണോ ഇതെല്ലാം? അതോ മേരിക്കുട്ടിക്ക് ആളുമാറിപ്പോയതാണോ? അവളോട് ചോദിച്ച് ഒന്നുകൂടെ ഉറപ്പാക്കിയിട്ട് മതി കരയുന്നതും ചിരിക്കുന്നതുമൊക്കെ. അവൾക്ക് അബദ്ധമേ പറ്റിയിട്ടുള്ളൂ.
അതുകൊണ്ടാ പറയുന്നത്. എവിടെ അവൾ? ഇപ്പോൾ വരും പപ്പ. മുറിയിലോട്ട് പോയതാ. സ്കൂളിലെ ഏതോ മുറിയുടെ താക്കോലെടുത്ത് കൊടുക്കാൻ. അത്രയും പറയുന്നതിനിടയിൽ തന്നെ മരിയ ജോസഫ് മടങ്ങി വന്നു. ആഹാ, കുഞ്ഞാഞ്ഞിങ്ങ് എത്തിയോ? എത്ര കുപ്പി വാങ്ങിച്ചു? 2 ചെക്ക് പോസ്റ്റ് കടക്കുമ്പം കഴുത്തിൽ പിടി വീഴരുതല്ലോ. സ്റ്റാൻലി കയ്യിലിരുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചു. നീ അവളോട് പറഞ്ഞതൊക്കെ സത്യമാണോ മേരിക്കുട്ടി? വെറുതെ വല്ലവരുടെയും കുട്ടിയെ ഷെറിൻ്റെ മോളാണെന്ന് പറഞ്ഞ് പുന്നാരിക്കേണ്ട അവസ്ഥ വരുത്തി വയ്ക്കല്ലേ. സ്റ്റാൻലി മുന്നറിയിപ്പ് നൽകി. ഞാൻ പറഞ്ഞത് അത്രയും സത്യമാണ് കുഞ്ഞാഞ്ഞെ. സിസ്റ്റർ ലൂസിയുടെ ചേച്ചിയാണ് കുട്ടിയെ ബ്രീത്താമ്മയെ ഏൽപ്പിച്ചു കൊടുത്തത്. ഞാൻ ഇടയ്ക്കിടെ സെലിനെ വിളിച്ച് കുട്ടിയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. സിസ്റ്റർ സെലിൻ ബ്രീത്താമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് എന്നെ വിവരം അറിയിക്കും. 1-2 തവണ സ്നേഹനികേതനിൽ പോയി കുട്ടിയെ കണ്ടുവെന്നും സെലിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മരിയ ജോസഫിൻ തെല്ലു നേരം നിർത്തി. ഇപ്പോൾ തൊടുപുഴയ്ക്കടുത്ത് മുതലക്കോടം എന്ന സ്ഥലത്താണ് സിസ്റ്റർ സെലിൻ. അങ്ങോട്ട് പോയതിനു ശേഷം എനിക്ക് സ്നേഹനികേതനിൽ നിന്നുള്ള വിവരങ്ങളൊന്നും കിട്ടാതായി. സിസ്റ്റർ ലൂസിയ ഗാലിംപോങ്ങിലേക്കും ഞാൻ സിലിഗുരിയിലേക്കും പോന്നു. ഇപ്പം ഞാൻ ഇവിടെയുമായി. പക്ഷേ അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാണിമോളുടെ കുട്ടി ബ്രിജിത്താമ്മ എന്നൊരു സ്ത്രീ നടത്തുന്ന അഗതി മന്ദിരത്തിലുണ്ടെന്ന്. വല്യപ്പച്ചൻ ആരാ മോൻ? ചില സമയത്ത് വല്യപ്പച്ചന് മറവി രോഗം വരും. ചില സമയത്ത് ചെവി നല്ലപോലെ കേൾക്കില്ല. വേറെ ചില സമയത്ത് കണ്ണിൻ്റെ കാഴ്ചശക്തി തീരെ കുറയും. അലീന വെളിപ്പെടുത്തി. എൻ്റെ പേടി അതല്ല. ഞാനിപ്പോൾ രഹസ്യമെല്ലാം പുറത്തുവിട്ടെന്ന് അറിയുമ്പോൾ പുനലൂര് എന്തൊക്കെ ബഹളമാണോ ഉണ്ടാവാൻ പോകുന്നത്. ഔസേപ്പച്ചനും ആൽബിയും റോബിയും എന്നുവേണ്ട സകലരും എൻ്റെ മേൽ മെക്കിട്ട് കയറും. മരിയ ജോസഫ് ആശങ്കപ്പെട്ടു. അങ്ങനൊന്നും ഉണ്ടാവില്ല ആൻറ്റി. അക്കാര്യം ഞാൻ ഏറ്റു. അലീന ഉറപ്പു നൽകി. പിന്നീട് അവൾ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. പപ്പയ്ക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഓ, ഇതിലിപ്പോൾ തലകുത്തി മറിയാൻ എന്തിരിക്കുന്നു? ഇത്രയും കാലം കാണാതിരുന്ന ഒരു കുട്ടിയെ കണ്ടുമുട്ടി, അത്രയല്ലേ ഉള്ളൂ. ഒരു കൂട്ടർ മറച്ചു വയ്ക്കുന്നു, മറ്റൊരു കൂട്ടർ കണ്ടുപിടിക്കുന്നു. ഓരോ മനുഷ്യരുടെ കളിതമാശകൾ. അലീനയുടെ മുഖം മ്ലാനമായി. ഞാനും ഇങ്ങനൊരു കളിതമാശയിൽ കരുവായിരുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം തള്ളി നീക്കി. പപ്പയുടെ അടുത്തെത്തിയെന്ന് മാത്രം. ഇനി ആരൊക്കെ എങ്ങോട്ടൊക്കെ തള്ളി നീക്കുമെന്ന് അറിയില്ല താനും. സ്റ്റാൻലി അവളുടെ നേർക്ക് പാളി നോക്കിയിട്ട് മേശപ്പുറത്തെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ നിന്നൊരു കുപ്പിയെടുത്തു. ടീപ്പോയിൽ നിന്ന് ഗ്ലാസ് എടുത്ത് വെച്ച ശേഷം കുപ്പിയുടെ അടപ്പ് തുറന്നു. അലീന മേശക്കടുത്തേക്ക് ചെന്നു. പപ്പ ഇനിയും കുടിക്കാൻ പോവാണോ? നമുക്ക് തിരിച്ചു പോകണ്ടേ? ഇന്നിനി എങ്ങോട്ട് പോവാൻ? നാളെ പോകാം, സ്റ്റാൻലി ശാന്തനായി പറഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതിയെന്നേ ഉള്ളൂ. റാണിയാൻ്റിയുടെ അടുത്ത് ചെന്ന് ആ മുഖം ഒന്ന് കാണണം. പിന്നെ എൻ്റെ ചിന്നുമോളുടെ അടുത്ത്. അവളെ ഒന്ന് കാണാഞ്ഞിട്ട് വയ്യ. അതിപ്പോൾ 2 ദിവസം കഴിഞ്ഞാലും അവരൊക്കെ അവിടെ തന്നെ കാണില്ലേ? സ്റ്റാൻലി മന്ദഹസിച്ചു. അത് പിന്നെ ശരിയല്ലേ. മരിയ ജോസഫും സ്റ്റാൻലിയുടെ പക്ഷം ചേർന്നു. അലീന, ഇപ്പം അങ്ങോട്ട് പോയിട്ടെന്തിനാ? ഇവിടെ എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ട്. ഇനി ഇതുപോലൊരു യാത്ര ഉടനെ നടക്കുമോ? നിങ്ങളൊരു കാര്യം ചെയ്, നാളെ ഗാങ്ടോക്കിലേക്ക് പോ. സിക്കിമിൽ വന്നിട്ട് അതിൻ്റെ തലസ്ഥാനം കാണാണ്ട് പോകുന്നത് വലിയ നഷ്ടമല്ലേ? നല്ല ക്ലീൻ സിറ്റിയാണ് ഗാങ്ടോക്ക്. അവിടുന്നൊരു 5 കിലോമീറ്റർ പോയാൽ മനോഹരമായൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നാഷി. ഗാലിംപോങ്ങും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെയും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഗാങ്ടോക്കിനടുത്ത് റൂംടെക്കിൽ ബുദ്ധമതക്കാരുടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ പോയാൽ 100 കണക്കിന് ലാമമാരെ കാണാം. ഗാങ്ടോക്കിൽ നിന്ന് 50 കിലോമീറ്ററേ ഉള്ളൂ നാത്തൂല പാസിലേക്ക്, ചൈനീസ് ബോർഡർ. അവിടെ ഒരു തടാകമുണ്ട്, സോങ്ക ലേക്ക്. ഇപ്പം മഞ്ഞ് മൂടിക്കിടക്കും. അതും കാണേണ്ട കാഴ്ചയാ. ആൻറ്റി, അതെല്ലാം ഇനിയൊരിക്കൽ. അലീന വിസമ്മതം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയൊരിക്കലെന്നോ? ഇവിടെ വരെ വന്നിട്ട് ഡാർജിലിങ്ങിൽ പോകാതെ തിരിച്ചു പോകുമോ ആരെങ്കിലും? പേര് കേട്ട ടൂറിസ്റ്റ് സെൻ്ററല്ലേ. അവിടെ ടൈഗർ ഹില്ലിൽ പോയി സൺറൈസ് കാണണം. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കില്ല. ഉദയത്തിന് തൊട്ട് മുമ്പ് ആകാശത്ത് നാനാതരം നിറങ്ങൾ മാറി മാറി വരും. ഒടുവിൽ നമ്മുടെ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് ഹിമാലയത്തിലെ മഞ്ഞുമലകൾക്കിടയിൽ പിങ്കി നിറത്തിൽ ഒരു കുഞ്ഞു വിളക്കിൻ്റെ നാളം പോലെ സൂര്യൻ പ്രത്യക്ഷപ്പെടും. നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങളും അപ്പോഴും ഇരുട്ടിലായിരിക്കും എന്നുള്ളതാ വേറൊരു പ്രത്യേകത. മരിയ ജോസഫ് വാചാലയായി. അലീന, എന്തായാലും നാളെ ഇവിടുന്ന് പുറപ്പെടുന്നുള്ളൂ. ഇന്നലെ പിടിച്ച കോൾഡ് ഇതുവരെ മാറിയിട്ടില്ല നിനക്ക്. പോകുന്ന വഴിക്ക് അതിനിയും കൂടിയാൽ ഞാനല്ലേ ചുമക്കേണ്ടത്? സ്റ്റാൻലി തൻ്റെ തീരുമാനത്തിന് അടിവരയിട്ടു. എന്നാ പപ്പ എനിക്കെന്താ ഒരു ഗ്ലാസ് ബ്രാൻഡി? അലീന പരിഭവത്തിൽ പറഞ്ഞു. ഇത് ബ്രാൻഡിയല്ല, വിസ്കിയാ. എനിക്കിപ്പം എന്തായാലും കുഴപ്പമില്ല. അതിന് നീ കുടിക്കോടി? മരിയ ജോസഫ് ആശ്ചര്യപ്പെട്ടു. കുടിച്ചു തുടങ്ങിയേക്കാം. ഇവിടെ ആകുമ്പം എല്ലാം നല്ലതല്ലേ, കുടിക്കാനും കാഴ്ച കാണാനും. സ്റ്റാൻലി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു.
അവൾക്ക് എന്നോട് പിണക്കമാ ഇന്ന് തിരിച്ചു പോകേണ്ടെന്ന് പറഞ്ഞതിന്. അലീന മുഖം വീർപ്പിച്ച് കട്ടിലിലേക്ക് കയറി ഒറ്റ കിടപ്പ് വെച്ചു കൊടുത്തു. സ്റ്റാൻലിയുടെ മുഴക്കമുള്ള ചിരി കേട്ടിട്ടാവണം ഡോർമെട്രിയിൽ നിന്ന് ചെറിയ കണ്ണുകളും പതിഞ്ഞ മൂക്കും വലിയ തലയുമുള്ള ചില മംഗോളിയൻ മുഖങ്ങൾ വാതിക്കൽ വന്നെത്തി നോക്കിയിട്ട് ഓടിപ്പോയി. ഇനി രേവതിക്കുട്ടിയുടെ വീടാണ് കാണിക്കുന്നത്. പെട്ടെന്നൊരു യാത്ര. ഷെറിൻ അന്താളിച്ചു പോയി. എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും വിട്ടു പറയുന്നുമില്ല. അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകണമത്രേ. രേവതിക്കുട്ടിയാണെങ്കിൽ മിനിറ്റ് വെച്ച് ഒരുങ്ങിക്കഴിഞ്ഞു. അവൾ ഗ്രേസമ്മയെ സഹായിക്കുകയാണ്. ഷെറിനും തന്നാലാവും വിധം വേഗത്തിൽ ഡ്രസ്സ് ചെയ്തു. എന്തോ അത്യാഹിതം എവിടെയോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അവൾ ആദ്യം വിചാരിച്ചത്. മുടി ചീവാൻ ചീപ്പെടുക്കുമ്പോഴേക്കും രേവതിക്കുട്ടി ഓടിയെത്തിക്കഴിഞ്ഞു. അയ്യോ, ഇതുവരെ ഒന്നും ആയില്ലേ? അവൾ ചീപ്പ് പിടിച്ചു വാങ്ങി. ഷെറിനെ വിളിച്ചു കൊണ്ടുപോയി ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിലിരുത്തി. അവൾ തന്നെ ഷെറിൻ്റെ മുടി ചീകി ഒതുക്കി പൗഡറിട്ട് പൊട്ടു തൊടുവിച്ച് ഒരുക്കിയെടുത്തു. മാമച്ചനും ഗ്രേസമ്മയും പോകാനൊരുങ്ങി മുറിയിലേക്ക് വന്നു. എങ്ങോട്ടാ മമ്മി? പുനലൂരേക്കാണോ? ഷെറിൻ ആശങ്കയോട് ചോദിച്ചു. അതൊക്കെ പറയാം, സമയമുണ്ടല്ലോ മോളെ, ഗ്രേസമ്മ ഗൗരവത്തിൽ പറഞ്ഞു. 3 പേരുടെയും മുഖം കണ്ടിട്ട് എവിടെയെങ്കിലും ആപത്ത് സംഭവിച്ചതായി അവൾക്ക് തോന്നിയില്ല. പക്ഷേ അവരുടെ മുഖം മുറുകിയിരിക്കുകയുമാണ്. ഗുരുതരമല്ലാത്ത ഒരുതരം മാനസിക സംഘർഷത്തിലാണ് മൂവരുമെന്ന് ഷെറിൻ തോന്നി. വീട് പൂട്ടി 4 പേരും കാർ പോർച്ചിലെത്തി. അപ്പോഴാണ് രേവതിക്കുട്ടി ഒരു കാര്യം ഓർത്തത്. ഫോൺ എടുത്തില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ? വേഗം വാ, മാമച്ചൻ ചോദിച്ചു. പിന്നെ അതാണ് ഏറ്റവും ആവശ്യം. രേവതിക്കുട്ടി മാമച്ചൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി വീട് തുറന്ന് തിരികെ കയറി. വീടിനുള്ളിൽ നിന്ന് ഫോൺ എടുത്ത് ഓടി വന്ന് വാതിൽ പൂട്ടി. മറ്റുള്ളവർ അപ്പോഴേക്കും കാറിൽ കയറി കഴിഞ്ഞിരുന്നു. വൈറ്റിലയിലെത്തിയ കാർ ബൈപ്പാസിലൂടെ പാഞ്ഞു. അങ്കിളിന് ഇന്ന് സ്പീഡ് ഇത്തിരി കൂടുതലാണോ? പിന്നിലിരുന്ന് രേവതിക്കുട്ടി ചോദിച്ചു. കുറയ്ക്കണോടി? ലേശം. പിന്നെയും കാറിനുള്ളിൽ മൗനമായി. ആരും മിണ്ടുന്നില്ല. അടക്കി പിടിച്ചിരിക്കുന്നത് പോലെ ഒരു നിശബ്ദത. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി നാളെ വീണ്ടും വരാം. ബൈ.